വെൽക്കം ടു കോമഡി വാക്കാർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. അപ്പൊ നമുക്കിന്ന് കുറച്ച് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ നോക്കാം അല്ലെ. അതായത് നമുക്ക് വരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസുകളുണ്ട് നമുക്ക് ഹിസ്റ്ററിയിൽ തന്നെ. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ തിരിച്ചു പഠിക്കണം, വേൾഡ് ഹിസ്റ്ററി പഠിക്കണം, ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കണം, കേരള ഹിസ്റ്ററി പഠിക്കണം. അപ്പൊ ഇതിൽ നോക്കിക്കോളുക. ക്വസ്റ്റ്യൻസ് ഇതാണ്. താഴെ പറയുന്നതിൽ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്ത സമരം ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക് ആണ്. ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു പോകണം എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഗാന്ധിജിയുമായി ബന്ധമില്ലാത്തത് ഏതെന്ന് പറയുമ്പോൾ ഏതാണ്? സ്വദേശി പ്രസ്ഥാനമാണ്. ബാക്കിയൊക്കെ എന്താണ്? ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ. അപ്പൊ ഗാന്ധിജി ആ ഒരു ആഫ്രിക്കയിൽ നിന്ന് വന്നതിന് ശേഷം ഗാന്ധിജി നടത്തിയ 3 പ്രധാനപ്പെട്ട സമരം എന്ന് പറയുന്നത് ചമ്പാരൻ സമരം അല്ലെ, 1917. പിന്നെ അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് അല്ലെ. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഖേദ. അപ്പൊ അങ്ങനെ 1918 ഇത് രണ്ടും വരുന്നത് അല്ലെ, 1918. ഇനി നെക്സ്റ്റ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, അത് ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധി നടത്തിയ മാസമായിട്ടുള്ള 3 മൂവ്മെന്റുകളാണ്. അതിലൊന്നാണ് നിസ്സഹകരണ പ്രസ്ഥാനം 1920. നെക്സ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനം തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ ഓർത്ത് വയ്ക്കുക, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്. നെക്സ്റ്റ് സിവിൽ ഡിസോബീഡിയൻ മൂവ്മെന്റ്, അതായത് നിയമ ലംഘന പ്രസ്ഥാനം 1913. നെക്സ്റ്റ് വരുന്നതാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. ഇതാണ് 3 പ്രധാനപ്പെട്ട മാസമായിട്ടുള്ള മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. ചമ്പാരൻ എന്ന് പറയുന്നത് ചമ്പാരനിലെ നീലം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം നടത്തിയതാണ്, ആദ്യത്തെ സമരമാണ്. അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സത്യാഗ്രഹമാണ്. ഖേദ എന്ന് പറയുന്നത് കർഷക സമരമാണ്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. ഈ സ്വദേശി പ്രസ്ഥാനം എന്തിനെ ബേസ് ചെയ്തിട്ട് വന്നതാണ്? അതായത് ഇവിടെ നമ്മൾ ബംഗാൾ പാർട്ടീഷൻ അല്ലെ, ബംഗാൾ വിഭജനത്തിന് ശേഷം അതിനെതിരായിട്ട് രൂപം കൊണ്ടതാണ് സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അതായത് സ്വദേശി ഉൽപ്പന്നങ്ങളെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളാം. 1857 കലാപവുമായി ബന്ധപ്പെട്ട നേതാക്കളെയും അവർ നേതൃത്വം കൊടുത്ത സ്ഥലങ്ങളെയും താഴെ സൂചിപ്പിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഈ ഗാന്ധിജി പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് 1857 എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നോക്കിക്കേ, കാൺപൂർ നാനാ സാഹിബ്, ആറ ബീഹാറിലെ വാജിദ് അലി ഷാ, ലക്നൗ കൻവർ സിംഗ്, ഫൈസാബാദ് ഷാമൽ. ഏതായിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? സ്ഥലങ്ങളും ശരിയായ ജോഡി. കാൺപൂർ എന്ന് പറയുന്നത് നാനാ സാഹിബും താന്തിയ തോപ്പിയും അല്ലെ. ഇനി ആറ ബീഹാറില്, അതുകൂടാതെ ലക്നൌല്, ഫൈസാബാദിൽ, ഇവിടെയൊക്കെ ആരായിരിക്കാം? നമുക്കറിയാം ലക്നൌല് ബീഗം ഹസ്രത് മഹൽ അല്ലെ, നെക്സ്റ്റ് ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. നെക്സ്റ്റ് ആറ ബീഹാറിലെ ആറയില് കൻവർ സിംഗ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1857 പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ ഏരിയാസും, അതായത് നമുക്ക് ഈ ആ ഒരു വിപ്ലവം നടക്കുന്ന സമയത്ത് ഓരോ ഏരിയയിലും ആരൊക്കെയാണ് നേതൃത്വം വഹിച്ചത് എന്ന് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത് മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടും, അല്ലെങ്കിൽ ഇതുപോലെ ശരിയായിട്ടുള്ള ജോഡി ഏതാ, തെറ്റായിട്ടുള്ളത് ഏത്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക. അതുകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് അവിടെ പഠിച്ചു പോകണം. നെക്സ്റ്റ് നോക്കിക്കോളാം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. സത്യശോചക് സമാജ് ജ്യോതിറാം ഫൂലെ, ഹിതകാരിണി സമാജം വീരേശലിംഗം, പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗ്, ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ്. ഏതായിരിക്കും? എല്ലാം ശരിയാണ് അല്ലെ. ഇവിടെ നമ്മൾ ഏറ്റവും ഓർത്ത് വയ്ക്കേണ്ടത് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനം. ഈ ഏരിയാസ് നന്നായിട്ട് പഠിക്കണം. കാരണം ഇപ്പൊ ഇവിടെ ആത്മാറാം പാണ്ഡുരംഗിനെ ആയാലും രാജാറാം മോഹൻ റോയ് ആയാലും ജ്യോതിറാവ് ഫോലെ, ഇങ്ങനെ ദയാനന്ദ അങ്ങനെ കുറച്ചധികം ആളുകളെ ഇവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവരുടെ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം എന്ന് കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു പോകണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയയാണ്. ഇത് തുടങ്ങിയ വർഷം ഏതൊക്കെയാണ്, ഇതിൽ പ്രവർത്തിച്ച ആളുകൾ ഏതൊക്കെയാണ്, ഇതിന്റെ വിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഓർത്തു പോകണം. നെക്സ്റ്റ് നോക്കിക്കോളാം. ലോങ് മാർച്ച് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഏതുമായിട്ടാണ്? നമുക്ക് ചൈനീസ് വിപ്ലവമായിട്ടാണ്. ഇത് വേൾഡ് ഹിസ്റ്ററിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ. വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ചൈനീസ് റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ. ഇങ്ങനെ കുറച്ച് റെവല്യൂഷൻസുകളാണ് നമ്മളെ ഏറ്റവും എക്സ്പെക്ട് ചെയ്തിരിക്കേണ്ടത്. എസ്പെഷ്യലി നമുക്ക് ഫ്രഞ്ച് റെവല്യൂഷൻ എന്നൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ അമേരിക്കൻ റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ. ഇനിയും ചൈനീസ് വിപ്ലവവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ലോങ് മാർച്ച് നമ്മൾ പറയുന്നത്. ആരാണ് ലോങ് മാർച്ച്? മാവോ സേതുങ് അല്ലെ. മാവോ സേതുങ് ആയിട്ടാണ് നമ്മൾ ലോങ് മാർച്ച് പറയുന്നത്.
ഇനി ഇതിന്റെ വർഷം കൂടി ഓർത്ത് വെക്കണം, 1934 അല്ലെ, 1934 അതും കൂടി ഒന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് നോക്കിക്കൂടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആര് എന്നാണ് ചോദിക്കുന്നത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് ആരാണ്? AK ഗോപാലൻ. നമ്മൾ AKG എന്ന് വിളിക്കും അല്ലെ, AKG എന്ന് വിളിക്കുന്ന AK ഗോപാലാണ് 1936 കണ്ണൂരിൽ നിന്നും പട്ടിണി ജാഥ മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. ഇനി നമുക്കറിയാം പാവങ്ങളുടെ പടത്തലവൻ എന്നൊക്കെ വിളിക്കുന്ന AK ഗോപാലനാണ് അല്ലെ. അതുകൂടാതെ കേരള ഘോഗലെ എന്നൊക്കെ വിളിക്കുന്ന AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിട്ട് വരുന്ന ആരാണ്? AK ഗോപാലനാണ് അല്ലെ. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് നോക്കിക്കോളാം. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണന രീതി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരീസിലെ ബാസ്റ്റീൻ കോട്ടയുടെ പതനം, ബോസ്റ്റൺ ടീ പാർട്ടി സംഭവം, ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഏതായിരിക്കും ശരിയായ കാലഗണന എന്ന് പറയുമ്പോൾ A ആണ് അല്ലെ. അതായത് ആദ്യം വരുന്നത് ഏതാണ്? ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ, ബോസ്റ്റൺ ടീ പാർട്ടി. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് പാരീസിൻ ബാസ്റ്റീൻ കോട്ടയുടെ പതനം. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇനി ഇതിന്റെ ഓരോന്നിനും ഡേറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ബോസ്റ്റൺ ടീ പാർട്ടി അല്ലെ 1773 ആണ് അല്ലെ, 1773. ഇത് അമേരിക്കൻ റവല്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്താണ് അല്ലെ, അമേരിക്കൻ റവല്യൂഷൻ. ഇനി ബാസ്റ്റീൽ കോട്ടയുടെ പതനം എന്ന് പറയുന്നത് 1789 ആണ്. മനുഷ്യാവകാശ പ്രഖ്യാപനം 1789. ഇനി ഇതിന്റെ വർഷം പഠിച്ചു, 1789 രണ്ടും സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ വീണ്ടും എന്താണ് ഇതൊന്ന് ക്രമമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഈ പാരീസിലെ ബാസ്റ്റീൽ കോട്ടയിലെ പതനം എന്ന് പറയുന്നത് ജൂലൈ 14 അല്ലെ, ജൂലൈ 14. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 12 അല്ലെ, ഓഗസ്റ്റ് 12. അപ്പോ ഇങ്ങനെ ഇപ്പൊ ഒരേ വർഷം തന്നെയാണ് 1789, 1789. ഇതിൽ ആദ്യം നടന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാസവും അതുകൂടാതെ ഡേയും കറക്റ്റ് ആയിട്ട് ഓർത്ത് വേണം. അപ്പോൾ 1789 ജൂലൈ 14 ബാസ്റ്റീൻ കോട്ടയുടെ പതനം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നത് 1889 ഓഗസ്റ്റ് 12. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കൂടാ. ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളിൽ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? കുളച്ചൽ യുദ്ധം അല്ലെ. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത്. ഇതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചേക്കുന്നതാണ്. അപ്പൊ ഇത് ഓർത്ത് വെക്കുക. ഇനി ദെൻ നെക്സ്റ്റ് നോക്കിക്കൂടാ. ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിക്കുന്നത്. ഹിതകാരിണി സമാജം വീരേശലിംഗം, സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ, ആര്യ സമാജം സ്വാമി വിവേകാനന്ദൻ. ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ആയിട്ട് വരിക? ഒന്നാമത്തേതും രണ്ടാമത്തേതും മാത്രമാണ് അല്ലെ, 1ഉം 2 മാത്രമാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം കറക്റ്റ് ആണ്. സ്വാഭിമാന പ്രസ്ഥാനം എന്ന് പറയുന്നത് EV രാമസ്വാമി നായ്ക്കർ, ഇതും കറക്റ്റ് ആണ്. ഇനി ആര്യ സമാജം സ്വാമി വിവേകാനന്ദനാണോ? അല്ല അല്ലെ. ആരുമായിട്ട് റിലേറ്റ് ചെയ്താണ്? സ്വാമി ദയാനന്ദ സരസ്വതി അല്ലെ, ദയാനന്ദ സരസ്വതി. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നാണ് ചോദിക്കുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത്. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിൽ വെച്ചായിരുന്നു. ഏതായിരിക്കാം ഇവിടെ? ഗാന്ധിജിയെ പറ്റി ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ അല്ലെങ്കിൽ ഒരേ വർഷം തന്നെ നടക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത മാസങ്ങൾ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ പല ഗാന്ധിജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പല ക്വസ്റ്റ്യൻസുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിയായവ ഏതെന്ന് പറയുന്നത് രണ്ടാമത്തേത് മാത്രം അല്ലെ, രണ്ടാമത്തേത് മാത്രം. ചമ്പാരനിലെ സമരം നീലം കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ചമ്പാരൻ എന്ന് പറയുന്ന നീലം കർഷകർക്ക്, അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്കാണ് കേട്ടോ. അഹമ്മദാബാദ് മിൽ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. മിൽ തൊഴിൽ ആദ്യത്തെ നിരാഹാരമാണ്, നിരാഹാരം. ഇനി ഖേദ വരുന്നത് ഏതാണ്? ഖേദ വരുന്നത് കർഷക സമരമാണ്, കർഷക സമരം. ഇനി ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് നിയമലംഘന സമരം പിൻവലിച്ചത് എന്നുള്ളത് ശരിയാണോ? അല്ല, നിയമലംഘന പ്രസ്ഥാനമല്ല. എന്താണ് പിൻവലിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. അതായത് 1920 അല്ലെ, 1920 നിസ്സഹകരണ പ്രസ്ഥാനം വരുന്നത്. നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തുടക്കം കുറിച്ചത് ഡൽഹിയിലല്ല, എവിടെയാണ്? മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്തിലാണ് ഇതിനുള്ള പ്രമേയം, ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പ്രമേയം, അതായത് കോൺഗ്രസിന്റെ ഒരു പ്രത്യേക സമ്മേളനം വിളിച്ചു കൂട്ടുകയും അതിന്റെ പ്രമേയം അവതരിപ്പിച്ചതും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് നോക്കിക്കോളാം. ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളാം. ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഏതായിരിക്കാം? ഇന്ത്യ വിഭജനം. ഇത് ന്യൂലി SCERT ടെക്സ്റ്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇതിൽ നിന്ന് ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം നമ്മുടെ SCERT ടെക്സ്റ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ത്യ വിഭജനത്തില്
അനുഭവിച്ച കുറച്ച് പ്രശ്നങ്ങളും ഓരോ ആളുകൾ കുറച്ച് അനുഭവിച്ച പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഉർവശി ഭട്ടാലിയുടെ നിശബ്ദതയുടെ മറുവശം എന്ന് പറയുന്ന കൃതിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഓർത്തു വെക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് മോസ്റ്റ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഹോട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ഹോട്ട് ഏരിയാസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുകൂടാതെ വേൾഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ INC, അതുകൂടാതെ ഗാന്ധിജി, അങ്ങനെ സാമൂഹ്യ മത നവീകരണ പ്രസ്ഥാനം, ഇവരുമായിട്ട് റിലേറ്റ് ചെയ്ത പത്രങ്ങൾ, പ്രസ്ഥാനങ്ങൾ, കാര്യങ്ങൾ ഇതെല്ലാം പഠിച്ചു പോകണം. നെക്സ്റ്റ് കേരള ഹിസ്റ്ററി നോക്കുമ്പോൾ നമുക്ക് റിനൈസൻസ് ഏരിയാസ് നല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. വേൾഡ് ഹിസ്റ്ററി നോക്കുമ്പോൾ റെവല്യൂഷൻ ആണ്, അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അങ്ങനെ കുറച്ച് ഏരിയാസ് അവിടെ നോക്കണം. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് എങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ കുറച്ചുകൂടി ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അതിനായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഫയർമാൻ ഡ്രൈവറിന്റെ പുതിയൊരു ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സുകളും അതുകൂടാതെ PDF നോട്ട്സ്, ക്വസ്റ്റ്യൻസുകൾ ഇതെല്ലാം കിട്ടും. സിലബസ് ബേസ് ചെയ്ത് ടൈം ടേബിൾ ഓറിയന്റഡ് ആയിട്ടാണ് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് വീക്കിലി എക്സാംസുകളുണ്ട്, വീക്കിലി ലൈവ് ക്ലാസ്സുകളുണ്ട്. എല്ലാ സിലബസും കവർ ചെയ്തുകൊണ്ടുള്ള ലൈവ് ക്ലാസ്സുകൾ തന്നെയായിരിക്കും വരുന്നത്. ഫുള്ളി സിലബസ് കവർ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ, ഒരു മെന്ററിന്റെ സപ്പോർട്ട്, ഇതെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യുക 8590202323. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.